ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മുടെ എപ്പിസോഡ് ഇടുക. നാളത്തെ കഥ, നാളെ എന്താണ് നമ്മുടെ എപ്പിസോഡിനകത്ത് സംഭവിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക കേട്ടോ. എന്തായാലും നമ്മുടെ സച്ചി ആകെ സങ്കടത്തിലാണ്. എങ്ങനെയെങ്കിലും രേവതിയുടെ അരികിലൊന്ന് എത്തിയാൽ മതി എന്നേ ഉള്ളൂ. കാരണം രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നൊന്ന് അറിയണം. കാരണം അവൾ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തതാണല്ലോ. അല്ലെങ്കിൽ ആ ഒരു പേടി കൊണ്ടാണ്. മാത്രമല്ല, ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് ആ ഒരു ചേട്ടൻ പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഒരു സമാധാനമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും നമ്മുടെ സച്ചിയും കൂട്ടുകാരനും കൂടിയിട്ട് രേവതിയുടെ വീടിൻ്റെ അരികിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ വീടിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കൂട്ടുകാരൻ ചോദിച്ചു, നീ എന്താ അകത്തേക്ക് കയറിപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത്, കുഴഞ്ഞ് സംസാരിക്കുന്നത്? അപ്പം പോകുന്നത് ഞാനല്ല, നീയാണ് അകത്തേക്ക് കയറി പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാനോ, അയ്യോ ഞാൻ എന്തിനാ പോണത്, ഇത് എൻ്റെ ഭാര്യ വീടല്ല. അതെ, പോയിട്ട് അവൾ എന്തെടുക്കുക എന്നൊന്ന് അന്വേഷിച്ചു വാ. ഞാനങ്ങോട്ട് ചെന്നാൽ പിന്നെ അവരെന്ത് വിചാരിക്കും? അയ്യേ, മാത്രമല്ല ഞാൻ കുടിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ വായിന് ഞാൻ നല്ലത് കേൾക്കും. ഇല്ലെന്നേ, എൻ്റെ അത്ര ഒന്നും നീ കുടിച്ചിട്ടില്ല, പിന്നെന്താ കുഴപ്പം? അതെ, നിന്നോട് വീട്ടിനകത്തേക്ക് കയറിപ്പോകാനൊന്നും അല്ല പറഞ്ഞത്. നീ പോയി കതകിൽ തട്ടിക്കഴിയുമ്പോഴേക്കും കതക് തുറക്കും. അന്നേരം അവളുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ദേ കൊന്നു കളഞ്ഞാൻ. നീ അവിടെ ചെന്നിട്ട് സത്യാവസ്ഥയൊന്നും പറയരുത്. നീ പറയണം എന്നെ കാണുന്നില്ല എന്ന്. ഞാനല്ലേ അതിനകത്തുള്ളത്, പിന്നെ എങ്ങനെ എന്നെ കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നേ എന്നൊക്കെ അയാൾ ചോദിച്ചപ്പോഴേക്കും സച്ചി ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ അല്ല എന്നെ കാണുന്നില്ല, കണ്ടിട്ടില്ല, അവിടെ ഉണ്ടോ എന്ന് നീ ഒന്ന് ചോദിച്ചാൽ മതി. സച്ചിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും, ഓ നിന്നെയാണോ എന്ന് കൂട്ടുകാരൻ ഇങ്ങനെ ചോദിക്കാം. അതെ, രാവിലെ അവൾ വന്ന് എന്നോട് സംസാരിച്ചതിന് ശേഷം എങ്ങോട്ടോ പോയി, പിന്നെ കണ്ടിട്ടില്ല എന്ന് നീ അങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെ ഉണ്ടോയെന്നറിയാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും കൂട്ടുകാരൻ ചോദിച്ചു, അങ്ങനെയൊക്കെ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? വേണം. അതെ, ഏതായാലും സച്ചി പറഞ്ഞു, അതെ അവൾ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതല്ലേ. ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഫോൺ എടുത്തിട്ട് മിണ്ടാതിരുന്നില്ലേ. ഇപ്പം നീ എന്നെ കാണാനില്ലെന്ന് പറയുമ്പോഴത്തേനും അവൾ പേടിച്ചു പോവുമല്ലോ. അപ്പോൾ അവൾ തന്നെ എന്നെ വിളിക്കും. ഞാനിനി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ കോൾ എടുക്കത്തില്ല, നോക്കിക്കോ. എന്തായാലും സച്ചി പറഞ്ഞതൊന്നും ഇവർ മനസ്സിലായില്ലെങ്കിലും സച്ചിക്ക് വേണ്ടിയിട്ട് പോയി ആ കഥകിനിങ്ങനെ മുട്ടുകയാണ് കേട്ടോ. ഈ രാത്രിയിൽ ആരാണപ്പാന്ന് ഓർത്ത് പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഇനി അയാളാണോ ഗജാനന്ദനാണോ എന്നൊക്കെ ഓർത്തൊരു പേടിയുണ്ട് ഇവർക്ക്. എന്തായാലും അനിയൻ ചെന്നിട്ട് കഥക് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ആടി നിൽക്കുന്നു ദേ കൂട്ടുകാരൻ കേട്ടോ. ഇവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സച്ചിയുടെ ഫ്രണ്ടാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശരത്ത് അകത്തേക്ക് നോക്കി രേവതിയോട് വിളിച്ച് പറഞ്ഞു, ദേ സച്ചേൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ചേച്ചി ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ രേവതി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ അവിടെ ആടി നിൽക്കുകയാണ് ഈ കൂട്ടുകാരൻ. അപ്പോൾ എന്താ ഏട്ടാ ഈ സമയത്ത് എന്ന് രേവതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ ഫോൺ വിളിച്ചായിരുന്നല്ലോ, ഇല്ല എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതെ അയ്യോ സച്ചയെ കാണാനില്ലേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒന്ന് കരയാൻ തുടങ്ങി കേട്ടോ. അഭിനയം കുറച്ച് ഓവറായിപ്പോയി. അപ്പോഴേക്കും രേവതിയുടെ അമ്മ പേടിച്ചു പോയിട്ടോ. എന്താ പറയുന്നത്, സച്ചിക്ക് എന്താ പറ്റിയേ? അപ്പോൾ രേവതി പറഞ്ഞു, അമ്മ മിണ്ടായിരുന്നു, ഞാൻ ചോദിക്കാം എപ്പോഴാണ് കാണാതായത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എവിടെയാണ് പോയെന്നറിയാൻ പാടില്ല, എവിടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം കുഴഞ്ഞാടിയാട്ടാ പറയുന്നത്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെ ഇവിടെയുണ്ട്, കിടന്നുറങ്ങുക. എന്തായാലും കൂട്ടുകാരൻ അന്തം വിട്ടുപോയി. ഇവിടെ ഉണ്ടെന്നോ? അപ്പം രേവതിയുടെ അമ്മ ചോദിച്ചു, നീ എന്തൊക്കെയാണ് മോളെ പറയണേ എന്ന് രേവതിയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും അമ്മയൊന്നും മിണ്ടാതിരുന്നേ. അമ്മ സമാധാനപ്പെട്, ഞാൻ സംസാരിച്ചോളാം. സത്യമായിട്ട് ഇവിടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറഞ്ഞു, ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. നേരത്തെ തന്നെ വന്നായിരുന്നു, നേരത്തെ തന്നെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. എപ്പാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇയാൾ. അകത്തുണ്ടോ? ഉറപ്പായിട്ടും അകത്തുണ്ടോ? അകത്തുറങ്ങുക എന്ന് പറഞ്ഞ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു അയാൾ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അതിനെന്താ ഇതിന് മാത്രം ഷോക്കാകേണ്ട കാര്യം? അകത്ത് കിടന്ന് ഉറങ്ങുമല്ലേ, റോഡിലൊന്നും അല്ലല്ലോ, അകത്തല്ലേ കിടന്നുറങ്ങുന്നത്, പിന്നെന്താ കുഴപ്പം എന്ന് രേവതി ചോദിച്ചപ്പോഴേക്കും ഇയാൾക്ക് ഉത്തരവില്ല കേട്ടോ. അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും സച്ചേട്ടൻ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇതുപോലൊരു കൂട്ടുകാരൻ വരുമെന്നും കൂട്ടുകാരൻ കുടിക്കാൻ വിളിക്കുന്നും അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങുവാന്ന് പറയണം, അവനെ എന്നെ വിളിച്ച് കാണിക്കരുതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാ കിടന്നുറങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ ഈ കൂട്ടുകാരൻ തലേ കൈവച്ച് പോയിട്ടോ.
ഓ എൻ്റെ ദേവിയേ, ഉറങ്ങട്ടെ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ, കിടന്നുറങ്ങട്ടെ കേട്ടോ, നന്നായിട്ട് കിടന്നുറങ്ങട്ടെ, നന്നായി പൊതിച്ചു കൊടുക്ക്, നന്നായിട്ട് ഉറങ്ങട്ടെ, ഞാൻ പോണ് കേട്ടാ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ അങ്ങോട്ട് പോവാണ്. എന്തായാലും രേവതി കഥ കടച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയും ദേവും ഒക്കെ ചോദിച്ചു, എന്താ ഇത് ചേച്ചി എന്താ ഈ പറഞ്ഞേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അമ്മയെ സച്ചേട്ടനാ ഇപ്പം കൂട്ടുകാരനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. കുറച്ച് മുമ്പ് എന്നെ ഫോൺ വിളിച്ചായിരുന്നു, അന്നേരം എനിക്ക് മനസ്സിലായതാ. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മ ചോദിച്ചു, നിനക്ക് സംസാരിക്കാൻ പാടില്ലേ, നിനക്ക് കോളെടുത്ത് സംസാരിച്ച ഇതുപോലെ അന്വേഷിച്ച് വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിച്ചു, ഈ കൂട്ടുകാരനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഏതവസ്ഥയിലായിരിക്കും സച്ചേട്ടെന്ന്, ഇപ്പം സംസാരിക്കാൻ പറ്റിയൊരു അവസ്ഥയാണോ, എന്തായാലും എപ്പോഴാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയാം എന്ന് രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മ ചോദിച്ചു, ഇപ്പോൾ ഉള്ള പ്രശ്നമൊക്കെ പോരെ, നീ വെറുതെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, എന്തേലാട്ടെ എന്നും പറഞ്ഞ് രേവതിയുടെ അമ്മ അങ്ങ് പോയിട്ടോ. എന്തായാലും കൂട്ടുകാരനെ ഓടി ചെന്നു കേട്ടോ. കൂട്ടുകാരനെ ഓടിയൊന്നുമല്ല, കൂട്ടുകാരൻ എഴഞ്ഞു ചെന്നു എന്ന് വേണം പറയാനായിട്ട്. സച്ചിക്കരികിലേക്ക് ചെന്നു. ഞാൻ പറഞ്ഞ പോലെയൊക്കെ നീ അവിടെ പോയി പറഞ്ഞോ എന്ന് കൂട്ടുകാരനോട് ഇങ്ങനെ ചോദിക്കുക. പക്ഷേ ഇതുവരെ അവൾ വിളിച്ചില്ലല്ലോ, എന്നെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അവളൊന്നും വിളിച്ചു പോലും നോക്കിയില്ലല്ലോ എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോഴേക്കും, പിന്നെ നീ അവിടെ കിടന്ന് ഉറങ്ങുകയല്ലേ, പിന്നെ എങ്ങനെ വിളിക്കാനാ? അപ്പോഴേക്കും സച്ചി എട്ടി കേട്ടോ. ഞാനിവിടെ കിടന്നുറങ്ങുവാന്നോ, നീ എന്തേ പറയുന്നേ? നിൻ്റെ കെട്ടിയോള് തന്നെയാണ് പറഞ്ഞത്. അയ്യോ, നിൻ്റെ കെട്ടിയോളുണ്ടല്ലോ, നിന്നേക്കാളും പറ്റിയ സാധനമാണ് ഹീരാൻ ബെച്ചിക്ക് മരപ്പെട്ടി കൂട്ടുക എന്ന് പറഞ്ഞ പോലെയാ. എന്നോട് പറഞ്ഞു, നിന്നെ അന്വേഷിക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറയാ നീ അവിടെ കിടന്ന് ഉറങ്ങാന്ന്. മാത്രമല്ല നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് നീ കിടന്ന് ഉറങ്ങാന്നൊക്കെ എന്നോട് പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞോ? അത് കൊള്ളാലോ. എന്തായാലും രേവതി ഒന്നിനെയും ഭയപ്പെടുന്ന ആളൊന്നല്ല, ഞാനാണ് ഞെട്ടിപ്പോയത്. എന്തായാലും നമ്മുടെ രേവതി പതുക്കെ വന്ന് ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മതിലിൻ്റെ അവിടെ വന്ന് നോക്കി ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രേവതിക്ക് ചിരി വരുന്നുണ്ട്. സച്ചിയാണെങ്കിൽ പതുക്കെ എന്തായാലും അവളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് പതുക്കെ കാറിനകത്തേക്ക് കയറി രണ്ടും കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് നോക്കി രേവതി മതിലിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം വീട്ടിൽ നമ്മുടെ ശ്രുതി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, വൈകുന്നേരം ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി അരികിലിരിപ്പുണ്ട്. ശ്രുതിയാണെങ്കിൽ ശ്രുതിക്ക് ഫുഡൊക്കെ എടുത്ത് വായിൽ വെച്ച് കൊടുക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ പതുക്കെ തലയായിട്ടിട്ട് വേണ്ട കഴിച്ചോളാനായിട്ട് ഇങ്ങനെ പറയുക. അപ്പോഴേക്കും ചന്ദ്രമതി കൊണ്ടുപോയി ഈ ശ്രുതിക്ക് ചുട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ദോശ ചുട്ട് കൊടുത്ത് ഇങ്ങനെ ഓരോന്നും ചുട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇങ്ങോട്ടെന്ന് പറയും തോറും ചന്ദ്രമതി ചോദിച്ചാടെ ഇപ്പോൾ എത്ര എണ്ണമായി? അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതേ രാവിലെ മുതൽ ഷോറൂമിൽ ഇങ്ങനെ നിൽക്കുന്നതല്ലേ, വായിട്ടലച്ച് ഒരുപാട് നിന്നിട്ടൊക്കെയല്ലേ ജോലി ചെയ്യുന്നത്, ക്ഷീണമായിരിക്കും, അതുപോലെ വിശപ്പായിരിക്കും. അപ്പോഴേക്കും ഈ ചന്ദ്രമതി പറഞ്ഞു, ഭയങ്കര ക്ഷീണിക്കും, പിന്നെ ക്ഷീണിക്കാതിരിക്കുമോ? അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഞാൻ ചുട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ദോശ ചൂടാനായിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പതുക്കെ അവിടെ ഇരിക്കുക. എൻ്റെ പൊന്നി ചെറുക്കാ, ഒരു കാര്യം ഞാൻ പറയട്ടെ, കേട്ടോ അവൾ പറയുന്നത്, നിനക്ക് ക്ഷീണം. നിനക്ക് എങ്ങനെയാണ് ക്ഷീണം വരുന്നത്? നീ അവിടെ പോയി കിടന്നുറങ്ങാനല്ലേ ഈ പോണത്, അവൾക്കത് വല്ല അറിയാവോ? എന്നാ അമ്മ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി, പിന്നെ ഞാൻ എന്താടാ പറയേണ്ടത്? ഇനി എത്ര നാൾ ഞാൻ ഇവളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, പറ്റിക്കും നമ്മൾ. നീ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്നൊരു ജോലി കണ്ടുപിടിക്കുക. നിനക്കൊരു പേടിയില്ലേടാ? ഇവളിത് അറിഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതെ ഇപ്പോൾ ഇത് കഴിക്കട്ടെ, ഓർക്കാനുള്ളതൊക്കെ പിന്നെ ഓർക്കാം, എന്തായാലും അവൻ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ രവീന്ദ്രൻ ഫോണൊക്കെ വിളിച്ചിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എത്ര നേരമായി ഇങ്ങനെ ഇരിക്കണോ, വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. എന്തായാലും സച്ചി വരട്ടെ, വന്നിട്ട് കഴിക്കാം. മാത്രമല്ല രേവതി ഇതുവരെ വന്നില്ലല്ലോ, അവളെപ്പറ്റി വിവരം ഒന്നുമില്ല. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അയ്യോ ഇപ്പം സമാധാനമുണ്ട്, അവൾ ചെയ്ത പണിക്ക് അവളെ ഇങ്ങോട്ടേക്ക് വീട്ടിനകത്ത് കയറ്റേണ്ട കാര്യം പോലും ഇല്ല. മര്യാദയ്ക്ക് അവളെക്കുറിച്ച് പറയാതെ വല്ലതും വന്ന് കഴിക്കാൻ നോക്കുക. ഈ വീട്ടിലേക്ക് അവൾ വരാതിരുന്ന അത്രയോ സമാധാനം, സന്തോഷം, ഐശ്വര്യം. രാശിയില്ലാത്തവൾ ഇങ്ങോട്ടേക്ക് വരേ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിന്നോട് ചോദിച്ചാൽ എന്നെ വേണോ ആദ്യം അടിക്കാനായിട്ട്? എന്തായാലും നല്ലൊരു കാര്യം നിൻ്റെ വായിന്ന് കേൾക്കത്തില്ലല്ലോ. എന്തായാലും സച്ചി ഒന്ന് വരുമായിരുന്നെങ്കിൽ സച്ചി അവളെ വിളിക്കാൻ പോയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാമായിരുന്നു. എന്തായാലും സച്ചി പതുക്കെ മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ രവീന്ദ്രൻ്റെ കോള് വരുന്നത്. എന്തായാലും ആ തിണ്ണേ നിന്ന് തന്നെ കോളം അങ്ങോട്ട് എടുത്തു വന്നിട്ട്, അച്ഛാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നീ ഇതെവിടെയാ? രേവതിയുടെ വീട്ടിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ ഞാൻ നമ്മുടെ വീട്ടിലാ. അപ്പോഴേക്കും ഞാനിവിടെ ഉണ്ടല്ലോ, നീ ചുമ്മാ കള്ളം പറയല്ലേ, നീ എവിടെയാ?
എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ ഞാൻ വന്നു വച്ചാ എന്ന് പറഞ്ഞ് ഇവനകത്തേക്ക് കയറി ചെല്ലുക കേട്ടോ. അന്നേരത്തിനും കോള് കട്ട് ചെയ്തു. ആഹാ, എന്നാൽ പിന്നെ നിനക്ക് കയറി വന്നാൽ പോരാ, നീ എന്തിനാ കോൾ എടുത്തത്? സച്ചി നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞപ്പോൾ ഇല്ല അച്ഛാ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോഴേക്കും പതുക്കെ ആടി നമ്മുടെ സച്ചി വരികയാണ് കേട്ടോ. എന്താടാ ഇങ്ങനെ കിടന്ന് ആടുന്ന എന്താ പ്രശ്നം? അയ്യോ ഇവൻ പിന്നെ ആടും അല്ലാതെ പിന്നെ എന്നതാ, ഇതുപോലെ കുടിച്ചിട്ട് വന്ന് കുടിയനാ ഇവൻ ആടും അല്ലാതെ പിന്നെ എന്താ ചെയ്യുക എന്നും ചോദിച്ച് ചന്ദ്രമതി വന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അവനെ കണ്ടറിയത്തില്ല അവൻ കുടിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും ശ്രുതിയും പറഞ്ഞു, കണ്ടോ അച്ഛാ മൊത്തം കുടിച്ചിരിക്കുക, ഒത്തിരി കുടിച്ചിട്ടുണ്ട്, വേണ്ട ഇടങ്കോലിടാൻ നോക്കണ്ട എന്നും പറഞ്ഞു നമ്മുടെ സച്ചി ശ്രുതിയെ തടയാണ് കേട്ടോ. അപ്പോഴേക്കും രവീന്ദ്ര ചോദിച്ചു, നിന്നോട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേടാ? അപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ട് അച്ഛാ, പിന്നെ നീ എന്തിനാ കുടിച്ചിട്ട് വന്നത്? എനിക്ക് പറ്റുന്നില്ല അച്ഛാ, എനിക്ക് പറ്റുന്നില്ല. അച്ഛൻ്റെ കാര്യം ഓർത്ത് കഴിയുമ്പോൾ അച്ഛൻ ജയിലിൽ കിടന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ എൻ്റെ ദൈവമല്ലേ, അച്ഛൻ ഭയങ്കര നല്ലതല്ലേ എന്നൊക്കെ, അച്ഛൻ വലിയവനല്ലേ, എന്നിട്ടും അച്ഛന് ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നെത്തിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി കരച്ചിൽ. എന്തായാലും ഇതിനൊക്കെ കാരണക്കാരനായ ശ്രീകാന്ത് അവരുടെ ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്. അപ്പം നീ ശ്രീകാന്തിനെ അടിച്ചോ? ആ അടിച്ചു, ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി അടിച്ചു. അവൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചിട്ട് അവൻ വലിയ സന്തോഷത്തിൽ അവൻ ജോലിക്ക് പോവുക, നമ്മളിവിടെ കിടന്ന് സങ്കടപ്പെടുകയാണ്, അവൻ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, നീ എന്തിനാ അവനെ അടിച്ചത്? അവനെന്താ ചെയ്തത്? നീ അടിക്കേണ്ടത് അവനെയല്ല, നിൻ്റെ ഭാര്യ, അവളല്ലേ എല്ലാം ചെയ്ത് ഒപ്പിച്ച് വെച്ചത്. അവളാണ് എല്ലാം ഒപ്പിച്ച് വെച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ല, അത് വലിയ തെറ്റാണ് എന്ന് സച്ചി ഇങ്ങനെ പറയുക. അതുകൊണ്ട് ശ്രീകാന്തിനെ അടിച്ചത് അവനാണായതുകൊണ്ടാണ്. എന്തായാലും സ്റ്റേഷന് വെച്ചും അടിച്ചു, അതുപോലെ തന്നെ ഇപ്പോഴും അടിച്ചു, റെസ്റ്റോറൻറ്റ് വെച്ച് ഞാൻ അടിച്ചു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പം നീ എന്തിനാ അവനോട് വെറുതെ വഴക്ക് കൂടുന്നത്? നീ എന്തിനാ അവനെ വഴക്ക് പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനല്ലേ എല്ലാത്തിനും കാരണം, അതിന് നീ കുടിച്ചിട്ട് വരേണ്ട കാര്യമുണ്ടോ മോനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അച്ഛനെ ഈ ഒരവസ്ഥയിൽ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ജയിലിലായിട്ട് ഈ ഒരവസ്ഥയിൽ അച്ഛൻ എത്ര സങ്കടപ്പെട്ട് അച്ഛൻ്റെ മനസ്സ് തകർന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു മോനെ, അതിനേക്കാളും വലിയ തകർച്ചയാണ് നിന്നെ ഈ ഒരു അവസ്ഥയിൽ കാണുന്നത്. ഒരച്ഛൻ മകൻ ഇതുപോലെ കുടിച്ചിട്ട് വരുന്നത് കാണുമ്പോൾ എങ്ങനെ സഹിക്കാനാണ്? ഇത് നിർത്തിയെന്ന് കരുതിയതാ, പക്ഷേ നീ എങ്ങനെ നീ ഒരു കാരണവശാലും മാറൂല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അവനെങ്ങനെ മാറാനാ? അവൻ്റെ കെട്ടിയോള് നല്ലതാണെങ്കിൽ അവൻ മാറിയാനെ. എന്തായാലും എന്തായാലും അവളുടെ സ്വഭാവം വെച്ച് അവൻ മാറാൻ പോണില്ല, അവൻ ഇതുപോലെ ജീവിതകാലം മൊത്തം കുടിച്ചോണ്ടേയിരിക്കും എന്നും പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടാത്ത. അവൾ വലിയ പുള്ളി, അവളാണ് ഇവിടെ ഈ വീട്ടിലുള്ള എല്ലാവരെയും തല്ലി തകർത്തതും ഈ വീട് ഇല്ലാണ്ടാക്കിയതും നിങ്ങളെ ജയിലിലാക്കിയതും ഒക്കെ അവൾ തന്നെ. ഇവിടെ നിന്ന് ശ്രീകാന്തിനെ അടിച്ചോടിച്ചതും അവളല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്തായാലും രേവതി കുറേ ഇതുപോലെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ കരുതിയുള്ളൂ, പക്ഷേ ഇതുപോലൊരു തെറ്റ് ചെയ്യുന്ന കരുതിയില്ല. എല്ലാത്തിനും കൂടെ ഇങ്ങനെ നിൽക്കും, ശ്രീകാന്തിന് ഇതുപോലെ കൂട്ടു നിൽക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഞാനോർത്ത് പാവമാണെന്ന്. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, അയ്യോ അവളോ പാവോ? അവളുണ്ടല്ലോ ക്രിമിനലാണ്, ക്രിമിനൽ ബുദ്ധിയുള്ളവൾ, പാവത്താൻ പോലെ അഭിനയിക്കുന്നത്. അതെ, നേരത്തെ തന്നെ അവളുടെ അനിയനൊരു ക്രിമിനലാണ്, കട്ടുമുട്ടിച്ചു അല്ലേ? ഇപ്പോൾ അവൾ ഈ കുടുംബത്തെ പിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്രിമിനൽ പണിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചന്ദ്രമതി മതി, എന്തു മതി എന്ന് എന്തെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു സമയം വരെ ഇത്രയും വയസ്സിനിടയ്ക്ക് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെങ്കിലും പോയിട്ടുണ്ടോ? പക്ഷേ ഇന്നോ പോലീസ് സ്റ്റേഷനകത്ത് ലോക്കപ്പിൽ കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറയുക കേട്ടോ, ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ പെണ്ണിനെ കാണാൻ ഞാൻ കെട്ടിയായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാനും ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്നേനെ. സച്ചിയാണ് ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവൾ ഈ വീട്ടിൽ വെട്ടിക്കയറി വരാതിരിക്കുമായിരുന്നെങ്കിൽ ഇത്രയും ദോഷം നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവില്ലായിരുന്നു. അയ്യോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞപ്പോഴേക്കും അയ്യോ കാക്ക മലന്നു വല്ലതും പറക്കുന്നുണ്ടോ ആവോ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ, അല്ല ഇത്രയും വലിയ പുണ്യവാളന്മാരൊക്കെ ഈ വീട്ടിലുള്ളപ്പോൾ കാക്ക മലന്ന് പറക്കൂലോ എന്നും പറഞ്ഞ് സച്ചി. അപ്പോഴേക്കും നീ മിണ്ടാതിരിയടാ, നീ ഇപ്പോഴും ഞങ്ങളുടെ മെക്കിട്ടുകാരിൽ നിർത്താറായില്ലല്ലേ എന്ന് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുക. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാവരും നോക്കി ചിരിക്കുകയാണ്, ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുക. അപ്പോഴേക്കും സച്ചി വെച്ച് ആരാ ചിരിക്കുന്ന ആരാന്ന് പറ, ഞാൻ ശരിയാക്കി തരാം, ഒട്ടിച്ച് ശരിയാക്കാം. അപ്പോഴേക്കും ഒന്ന് മിണ്ടാതിരിക്കടാ, ഈ നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു നമ്മുടെ കാര്യങ്ങളൊക്കെ, അത്രയ്ക്ക് നാണം കെട്ടു.
അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, അമ്മ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ശ്രീകാന്തിന് വലിയ പണക്കാരി പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം അച്ഛനെ ഇൻസൾട്ട് ചെയ്ത് അച്ഛനെ പോലീസ് സ്റ്റേഷനാക്കി അവൻ അവൻ്റെ ഇഷ്ടത്തിന് പോയി. അപ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, അവൻ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? അവൻ അച്ഛനെ അപമാനിച്ചു എന്ന്. ഓഹോ, അപ്പം നീയോ? അയ്യോ, നീ വലിയ പുള്ളിയാണല്ലോ, നീ നല്ല മോനാണല്ലോ, നീ കാരണമല്ല സംഭവിച്ചത് എന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, ഞാൻ എന്താ ചെയ്തത്? നിൻ്റെ ഭാര്യയല്ലേ അവരുടെ കല്യാണം നടത്തിക്കൊടുത്തത്? അപ്പോഴേക്കും സച്ചി ചോദിച്ചു, അതെ, എൻ്റെ തലയിൽ അവളായത് എങ്ങനെയാ? നീ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയതുകൊണ്ടല്ലേ? നീ ഓടിപ്പോയില്ലായിരുന്നെങ്കിലോ അവൾ എൻ്റെ തലയിലാവുമായിരുന്നോ? ഇല്ല, എല്ലാം ആരംഭിച്ചത് നീ കാരണം തന്നെയാണ്. നീ ഓടിപ്പോയത് കൊണ്ട് മാത്രമാണ്. നീ ഓടിപ്പോയപ്പോൾ തന്നെ അച്ഛൻ്റെ മാനവും മര്യാദയും ഒക്കെ പോയതാ. ബാക്കിയുള്ളതൊക്കെ ഈ ശ്രീകാന്ത് കാരണം പോലീസ് സ്റ്റേഷനിൽ കയറി ബാക്കിയുള്ള എല്ലാം മാനവും പോയി എന്നും പറഞ്ഞ് സച്ചി കരച്ചില്ല. എന്തായാലും സച്ചിയുടെ വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വന്നു കേട്ടോ. വലിയ പുണ്യവാളനാണെന്നൊന്നും പറയണ്ട, കാരണം നീ ഏത് കോലത്തിലാണ് നിൽക്കുന്നതെന്ന് നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ ഏത് കോലം? അല്ല, നീ ഇത്രയും വലിയ കുടിച്ച് നാറി വന്ന് നിൽക്കുകയാണ്, അത് വലിയ സന്തോഷമാണ്, വലിയ അഭിമാനമാണല്ലോ അല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും, ഞാൻ കുടിക്കും, അതെൻ്റെ കാശ് കൊണ്ട് ഞാൻ കുടിക്കും, എല്ലാത്തിനും കാരണം ഇവൻ ഒരുത്തൻ എന്നും പറഞ്ഞിട്ട് സച്ചി അറിയാവോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, വെറുതെ എൻ്റെ ഭർത്താവിനെ കുറ്റം പറയേണ്ട കാര്യമില്ല, നിൻ്റെ ഭാര്യ കാരണമാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ശ്രുതി മോളെ നീ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത് എന്ന് രവീന്ദ്രൻ ഇങ്ങനെ ചോദിക്കുക. ശ്രുതി നിർത്ത്, നീ കൂടി തുടങ്ങല്ലേ, അവന് ബോധമില്ലെന്ന് അറിയത്തില്ലേ? അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, പിന്നെ എന്ത് ചെയ്യണോ അങ്കിൾ? ഓരോ തവണ ഇത് തന്നെയല്ലേ നടക്കുന്നത്? രേവതി ചെയ്ത തെറ്റിന് എൻ്റെ ഭർത്താവിന് എന്തിനാ വെറുതെ വഴക്ക് പറയുന്നതും എൻ്റെ ഭർത്താവിനെ കുറ്റക്കാരനാക്കുന്നത് എന്തിനാ? അപ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിച്ചാൽ അവനെയല്ലേ പറഞ്ഞു, അതിന് നീ കടന്നു തോന്നുന്നത് എന്തിനാ? അതെ, എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചോദ്യം ചെയ്തു എന്ന് വരും, ഇതുപോലെ കുടിച്ചിട്ട് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടങ്ങി നിന്നോണം, എന്നെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല എന്ന് പറഞ്ഞു ശ്രുതി. അപ്പോഴേക്കും ചന്ദ്രപതി പറഞ്ഞു, എടാ ഇവളാരാ? നീ എന്താ ഇവളെ വഴക്ക് പറയുന്നത്? ഇവളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇവളെ വഴക്ക് പറയാനുള്ള അധികാരമൊന്നും നിനക്കാരും തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രപതി ദേഷ്യപ്പെടുക. ഇതിനോട് മിണ്ടാതിരിക്കാൻ പറ എന്നും പറഞ്ഞിട്ട് ഈ ശ്രുതി ദേഷ്യപ്പെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇതിനോട് മിണ്ടാതിരിക്കാനായിട്ട് സച്ചി ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, നീ കുറേ നേരമല്ലേ അത് ഇവള് എന്ത് ഇവള് നിൻ്റെ ആരാന്ന് നിനക്ക് അറിയാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആരാടാ? നീ എൻ്റെ ആരുമല്ല, പിന്നെ എങ്ങനെ ഇവളെൻ്റെ ആരാവുന്നത്? മര്യാദയ്ക്ക് എൻ്റെ മെക്കിട്ട് കയറാൻ നിൽക്കാതെ നിനക്കൊക്കെ ജീവിച്ചാൽ ഇവിടെ ജീവിക്കാം, ഇല്ലെങ്കിൽ പുറത്തായിരിക്കും, എൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് മേടിക്കും. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, നീ എന്നെ തല്ലുവോ? നീ എന്നെ തല്ലുവോ എന്ന്? കുറേ നേരമായാലോടാ നീ വലിയ ആട്ടം ആടുന്നു എന്ന് പറഞ്ഞ് ശ്രുതി ഒരു തള്ളു വെച്ച് കൊടുത്തു കേട്ടോ ഈ നമ്മുടെ സച്ചി എന്ത് ചെയ്തു? ഒറ്റ അടി കൊടുത്തു. അപ്പോഴേക്കും രവീന്ദ്രൻ പതുക്കെ എഴുന്നേറ്റ്, രവീന്ദ്രൻ ചേട്ടൻ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കല്ലേ മക്കളെ എന്നും പറഞ്ഞ് രവീന്ദ്രൻ. അപ്പോഴേക്കും ഈ ഉന്തും തള്ളും പിടിയും വലിയൊക്കെ ആയിട്ടോ. ചന്ദ്രമതിയാണെങ്കിൽ ഈ ശ്രുതിയെ പിടിച്ച് മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്, ഈ സച്ചിയുടെ തല്ല് കൊള്ളാതെ. എന്തായാലും ഇടയ്ക്ക് നമ്മുടെ ശ്രുതിയും കയറി നിൽപ്പുണ്ട്. എന്തായാലും നമ്മുടെ ശ്രുതിയെ തല്ലി ശ്രുതി അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, ഈ സച്ചിയ ഒന്നത് ബാലൻസ് ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ശ്രുതിയെ തല്ലി ആ തല്ല് ചെന്നിട്ട് നേരെ ശ്രുതിയുടെ കവിളത്ത് കൊല്ലുകയാണ് കേട്ടോ. അതായത് ശ്രുതിയുടെ കവിള് നോക്കി ഒറ്റ ഒരെണ്ണം പൊട്ടിച്ച മാതിരി ആയിട്ടോ. ഞെട്ടിപ്പോയി എല്ലാവരും, കാരണം ഒരു പെണ്ണാണ്, മാത്രമല്ല ഏട്ടൻ്റെ ഭാര്യയാണ്, ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല, തെറ്റ് തന്നെയാണ്. ഈ അനിയനും ചേട്ടനും എന്തെങ്കിലും ചെയ്യുന്ന പോലെയല്ല ഇതുപോലെ പ്രശ്നം ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രവീന്ദ്രൻ ആകെ നെഞ്ചിനൊരു വെപ്രാളം പോലെ. രവീന്ദ്രൻ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് വേണ്ട മോനെ എന്ന് പറയുകയാണ്. പക്ഷേ വാ തുറക്കാൻ പോലും പറ്റാത്തില്ലാത്ത രീതിയിൽ ഇയാളങ്ങ് വീണു കേട്ടോ, നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട്. അപ്പോഴാണ് ചന്ദ്രമതി കാണുന്നത് ഈ പുള്ളിക്കാരൻ വീണ് കിടക്കുന്നത്. വിടും മക്കളെ എന്നും പറഞ്ഞിട്ട്, മക്കളെ എന്നല്ല വിടറാന്നും പറഞ്ഞിട്ടാണ്, രണ്ടുപേരോടും വിടറാന്ന് പറഞ്ഞ് ചന്ദ്രമതി ഓടിപ്പോയിട്ട് രവീന്ദ്രനെ എഴുന്നേക്ക് എന്താ പറ്റിയേ, എഴുന്നേക്ക് രവിയേട്ടാ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയൊക്കെ ചെയ്യാം. ഇതേ സമയം നമ്മുടെ സച്ചിയാണെങ്കിൽ അച്ഛ എഴുന്നേക്കച്ചാന്ന് പറഞ്ഞ് കരയുന്നു. ശ്രുതിയും അതുപോലെ തന്നെ. ശ്രുതി പറഞ്ഞു, എന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടാകും, അല്ലാണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വെള്ളമൊക്കെ തളിച്ച് നോക്കി, എഴുന്നേറ്റില്ല. അപ്പോൾ കിറിയൊക്കെ കോടി പോകുന്ന പോലെയൊക്കെ ആയി പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവർക്ക് എന്തോ ഒരു പന്തികേട് പോലെയൊക്കെ തോന്നി. ഇതേ സമയം ഉണ്ടല്ലോ, എന്തോ ആപത്ത് വരുന്നത് പോലെ ഒരു ദുസ്വപ്നം കണ്ടിട്ട് നമ്മുടെ രേവതി ചാടി എഴുന്നേക്കും കേട്ടോ.
ഇവിടെ ചാടി എഴുന്നേറ്റ് പേടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവളുടെ അമ്മ എഴുന്നേറ്റു. എന്താ പറ്റി, എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും ദേവു എഴുന്നേറ്റു. ഒരു നിമിഷത്തേക്ക് ഇവള് സ്വപ്നമാണെന്നും പോലും മറന്നു പോയിട്ടോ. അന്തം വിട്ടിങ്ങനെ നിൽക്കാട്ടോ. നീ വെള്ളം കുടിക്കണം പറഞ്ഞിട്ട് വെള്ളമൊക്കെ കൊടുത്തു. എന്താ പറ്റിയ എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, ഒരു സ്വപ്നം കണ്ടതാണ് എന്ന് രേവതി ഇങ്ങനെ പറഞ്ഞു. ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിയല്ല, ഇവിടെ രേവതിയുടെ അമ്മ ലക്ഷ്മി പറഞ്ഞു, എനിക്ക് ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെ, ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയി തലയിട്ട് സ്വന്തം ജീവിതം തകർത്തപ്പോൾ നിനക്ക് സമാധാനമായല്ലോ, ഒന്നും വേണ്ടായിരുന്നു ഒന്നും. എന്തായാലും നമ്മുടെ പ്രശ്നങ്ങൾക്കൊന്നും നമ്മുടെ പുറത്തുനിന്ന് വരുന്നതല്ല, എല്ലാം ഉള്ളിൽ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ്, ദേവു കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണ്. ഇവൾ പറഞ്ഞതനുസരിച്ച് എന്തിനാണ് വെറുതെ നീ പോയി ഒപ്പിടാനൊക്കെ പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തുകയാണ് ലക്ഷ്മി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, നാളെ രാവിലെ നീ വീട്ടിലേക്ക് പോയി ഒന്ന് നോക്ക്, സച്ചി ഒന്ന് കാണ്, സംസാരിക്കുക, ഇപ്പം കിടന്നുറങ്ങാൻ നോക്കുക എന്നും പറഞ്ഞ് കിടത്തി. പക്ഷേ അവൾക്ക് കിടന്നിട്ട് ഉറങ്ങാനോ പറ്റുന്നില്ല. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ രവീന്ദ്രൻ ഹോസ്പിറ്റലിലാണ്, ICUലാണ്. ചന്ദ്രമതിയാണെങ്കിൽ കാർച്ചയും കൂവിച്ചയും ബഹളവും. ഈ സച്ചിയുടെ കെട്ട് ഏതിലെ പോയി എന്ന് അറിയാൻ പാടില്ല. സച്ചി ഇപ്പം ബോധമൊക്കെ ഉള്ള ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ സമാധാനിപ്പിക്കുക, ഒന്നും പറ്റില്ല അങ്കിളിന്, വെറുതെ സങ്കടപ്പെടലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ശ്രുതിയും ഉണ്ട് അവിടെ. എന്തായാലും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ സംഭവിച്ചത്, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചീഫ് ഡോക്ടർ നാളെ രാവിലത്തേനേ വരുള്ളൂ, അന്നേരം കൂടുതൽ വിവരങ്ങൾ പറയും, ചെറിയൊരു ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്കമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, അച്ഛന് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തായാലും വിശ്വസിക്കുക, ഇപ്പം കുറച്ച് ക്രിറ്റിക്കലാണ്. എന്തായാലും ഹാർട്ട് ബീറ്റ്സൊക്കെ ഭയങ്കര ലോ ആണ്, ചെറിയ ബ്ലോക്കും ഉണ്ട്. ഇപ്പം എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, ചീഫ് ഡോക്ടർ വരട്ടെ, ചീഫ് ഡോക്ടർ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം, ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയോട് ചോദിച്ചു, എന്താ മോനെ പറയുന്ന, അച്ഛനെക്കുറിച്ച് എന്താ, എനിക്ക് പേടിയാവുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി കരച്ചിൽ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഇല്ല, റിസൾട്ടൊക്കെ വരട്ടെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ശ്രുതിയും പറഞ്ഞു, ഈ ഒരു നേരത്ത് വേണം ധൈര്യമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചന്ദ്രമതിയാണെങ്കിൽ ദേഷ്യത്തോട് ചെന്നിട്ട് സച്ചിയോട് ചോദിച്ചു, ഇപ്പം നിനക്ക് സമാധാനമായോ? നിനക്കെല്ലാം സമാധാനം, നിനക്ക് അച്ഛനെ വലിയ ഇഷ്ടമാണെന്ന് നീ എപ്പോഴും പറഞ്ഞ് നീ വെറുതെ വെറും വാക്ക് പറയുന്നതായിരുന്നല്ലോ, നിനക്ക് സമാധാനമായോ? നീ കുടിച്ചിട്ട് വന്ന് അത്രയും പ്രശ്നം ഉണ്ടാക്കി ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനെ കിടപ്പിലാക്കി കളഞ്ഞില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ശ്രീകാന്ത് കാരണം പോലീസ് സ്റ്റേഷനിൽ കയറി ആ സങ്കടത്തിലിരുന്ന സമയത്താണ് ഈ കുടിച്ചിട്ട് വന്നിട്ട് നീ കാരണമാണ് ഇതുപോലെ നെഞ്ചുവേദന വന്നത് എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇവനെ കുറ്റപ്പെടുത്തുക കേട്ടോ. മാത്രമല്ല, എന്തെങ്കിലും എൻ്റെ രവിയേട്ടന് സംഭവിച്ചാൽ പിന്നെ ഞാൻ പറയാം ബാക്കി എന്ന് പറഞ്ഞ് ചന്ദ്രമതി. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, എന്തിനാ കരയേണ്ട കാര്യമൊന്നുമില്ല, അച്ഛനൊന്നും സംഭവിക്കില്ല, ഉറപ്പായിട്ടൊന്നും സംഭവിക്കില്ല, രാവിലെ നമുക്ക് വീട്ടിൽ പോകാം, അച്ഛനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. തന്നെത്താനെ ഇങ്ങനെ പുലമ്പുക, എൻ്റെ അച്ഛനൊന്നും പറ്റില്ല, എൻ്റെ അച്ഛന് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് സച്ചി പുലമ്പുക. ചന്ദ്രമതിയും കരച്ചിൽ. ശ്രുതിയാണെങ്കിൽ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുക ചന്ദ്രമതിയെ. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ സച്ചി ആ ഒരു ICUവിനകത്ത് ആ ഒരു ഇതിനകത്ത് പോയിട്ട് ഗ്ലാസ് ഡോറിലൂടെ പോയി ഇങ്ങനെ നോക്കുകയാണ് തൻ്റെ അച്ഛൻ്റെ ഒക്കെ കിടപ്പിട്ടോ. കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സച്ചിക്ക്. സച്ചി വല്ലാത്തൊരു കരയുന്നൊന്നുമില്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രേവതിയാണ് ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന കഥ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വരാനിരിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ. അപ്പം അതത് ദിവസത്തെ എപ്പിസോഡ് നമ്മുടെ ഈ ചാനലിൽ ഇടുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാർ ആ എപ്പിസോഡൊക്കെ ഇടാനുണ്ട്. അതുകൊണ്ട് എന്തായാലും തൊട്ടടുത്ത ദിവസത്തെ കഥയാണ്. ഓരോ ദിവസവും അപ്കമിങ് എപ്പിസോഡാണ് ഇടാൻ പോകുന്നത്, നാളത്തെ കഥ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് 2 മണിക്ക് മുമ്പ് തന്നെ, പറ്റിയ 1:30 അല്ലെങ്കിൽ 2 മണിക്ക് എല്ലാ ദിവസവും ഇതുപോലെ വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾ കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. സിയോക്കി, താങ്ക് യു.